എങ്ങനെയാണ് ഒരാൾക്ക് ഗ്രിറ്റി ആവാൻ പറ്റുന്നത്, എങ്ങനെ ഒരാൾക്ക് ഒരു സക്സസ്ഫുള്ളി അല്ലെങ്കിൽ ആ ഒരു ഗ്രിറ്റ് എന്ന് പറയുന്ന ആ ഒരു പാത്വേയിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? ഗ്രിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏത് രീതിയിലും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥേനെയാണ്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതിനാണ് പറയുന്നത് നിശ്ചയദാർഢ്യം. അപ്പോൾ ഗോളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിറ്റില്ല. ഓക്കെ. അപ്പോൾ ലൈഫിൽ ഗോൾ ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് ലൈഫ് ഗോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തന്നെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെ ഗോൾ ഉണ്ടാക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ വാറൻ ബഫറ്റ് എന്ന വലിയ മില്യനെയർ ഇതിനകത്ത് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു നിയമമുണ്ട്, 3 പ്രയോറിറ്റി സെറ്റിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് പിക്ക് ചെയ്യാന്നുള്ളത്. പുള്ളിയുടെ പ്രൈവറ്റ് ജെറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന പൈലറ്റിന് പറഞ്ഞു കൊടുത്ത ഒരു വഴിയാണ്. പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഗോൾസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ലൈഫ് ഗോളുകൾ, നമ്മുടെ ഗോൾസ് എല്ലാം 25 ഗോളുകൾ അടുപ്പിച്ച് എഴുതുക. സമയം എടുത്ത് എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഗോളുകൾ വട്ടം വരയ്ക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആ 5 ഗോളുകൾ എന്ന് നോക്കിയിട്ട് ബാക്കി 20 എണ്ണവും നോക്കുക. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20 എണ്ണം ഒഴിവാക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ 5 ഗോളുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇപ്പം 5 എന്നൊരു നമ്പറാണ് കേട്ടോ, അതിപ്പോൾ നമുക്ക് 3 ആവാം, 2 ആവാം, എന്താവാം. ഇപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ഗോളുകൾ, മെയിൻ ഗോളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ 5 ഗോളുകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.